ഹലോ, എല്ലാവർക്കും സൈറാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് ഒരു കിടിലൻ മീൻകറിയുമായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ടാപ്പ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എങ്ങനെയാ, നേരെ വീഡിയോയിലേക്കല്ലേ. ഇതിനായിട്ട് ആദ്യം തന്നെ ഞാനൊരു കറിച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവയൊന്ന് എണ്ണയിൽ കിടന്ന് മൂത്ത് വരട്ടെ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 പച്ചമുളക് നടുവേ കീറിയതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞതും 8 വെളുത്തുള്ളി 2ആയിട്ട് കീറിയതുമാണ്. ഇനി ഇത് എണ്ണയിലിട്ട് ഒന്ന് ചെറുതായി വഴട്ടിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് മസാലകളൊക്കെ ചേർക്കാനുണ്ട്. ആദ്യം തന്നെ ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ച് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴട്ടി കൊടുക്കാം. ഇനി ഇതിലേക്ക് തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള തക്കാളി അരച്ച കൂട്ടുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 350 ml കപ്പിന് 1 കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മസാലകളെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇപ്പോൾ ചെറിയ രീതിയിലൊന്ന് വെള്ളം ചൂടായിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വെള്ളം തിളച്ച് വരുന്നത് വരെ നമുക്കിതൊന്ന് മൂടി വെക്കാം. ഇപ്പോൾ അത്യാവശ്യം നമ്മുടെ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുള്ള മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ മീനൊക്കെ ഒന്ന് മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർക്കേണ്ടതുണ്ട്. ഞാനിവിടെ ഒരു 3-4 കുടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് ചാറൊക്കെ നല്ല രീതിയിൽ വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ചളവിൽ ഉലുവാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കിടിലൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. വളരെയധികം സ്വാദിഷ്ടമായ ഒരു മീൻകറിയാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കാനും വീഡിയോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.